അറിഞ്ഞാ ലാസർ വെള്ളം മുങ്ങി ബോട്ടുകാരി വന്ന് എല്ലാവരും രക്ഷപ്പെടുത്തി. പക്ഷേ നമ്മുടെ ശങ്കരേട്ടന് മാത്രം കിട്ടിയില്ല. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ചോ, എന്റെ പഴയ കാര്യം എനക്ക് ഒരു കുറവില്ലച്ചോ. ഞാൻ തന്ന കഷായം കുടിച്ച് തീർത്താ. അയ്യോ, അത് തീർന്നിട്ട് 2 ദിവസമായി. ഇപ്പൊ എനിക്ക് തീരെ നടക്കാൻ പറ്റണില്ല അച്ചോ. പൊതിമടൽ ചൂടാക്കി അതുമ്മ ചവിട്ടി പിടിക്കാൻ പറഞ്ഞിട്ട് അത് ചെയ്തച്ചോ. പത്യക്കേട് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും. ഇല്ലച്ചോ. എന്നിട്ടും കാലുവേദന മാറിയില്ല അല്ലേ? ഇല്ല, ഒരടി എനിക്ക് നടക്കാൻ പറ്റണില്ല. അപ്പൊ നടക്കാനാണ് ചേട്ടത്തിക്ക് ബുദ്ധിമുട്ട്. എന്റെ കൂടെ ഇങ്ങനെ ഓടാൻ ബുദ്ധിമുട്ടില്ല. അപ്പൊ ചേട്ടത്തി ഒരു കാര്യം ചെയ്യും, ഇനി മുതൽ നടക്കണ്ട, ഓടിയാ മതി. അസുഖം മാറിയാലും ചിലർക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാ. ചികിത്സ ഫ്രീ ആയതുകൊണ്ടായിരിക്കാം. മുരുക, അയ്യപ്പസ്വാമി, എൻ്റെ ഭാര്യയ്ക്കും മകനും പണിയെടുക്കാനുള്ള ആരോഗ്യം കൊടുക്കണേ. കനകമ്മേ, ഓ കഞ്ഞിയാകുമ്പോ വിളിച്ചാ മതി. കുളി ഒരുക്കം കണ്ടാ തോന്നും ഏതാണ്ട് പണിക്ക് പോകാൻ പോവുകയാണെന്ന്. കുളി കഴിഞ്ഞപ്പോ ഒരു തളർച്ച. എണീക്കണ്ട, പഠിച്ചോ. നന്നായി പഠിക്കണ്ടോ നീ? പഠിക്കണം. മോഹനോ TTCക്ക് ചേരാൻ പറ്റില്ല. നിന്നെയെങ്കിലും ടീച്ചർ ആക്കണമെന്നാ അവന്റെ ആഗ്രഹം. ഇല്ലെങ്കിൽ അവൻ പ്രായക്കൊല്ലുന്ന എന്നെയായിരിക്കും. അല്ലെങ്കിൽ തന്നെ അവന്റെ ഭാവി തൊലച്ചോ ഞാനാണെന്നാണ് പറയണത്. അതല്ലെങ്കിലും ശരിയല്ലേ? TTC പാസ്സായി കടപ്പുറത്തുള്ള സ്കൂളിൽ മാഷായി വരേണ്ട ചെറുക്കനാ. അവൻ പഠിപ്പ് നിർത്തി കടലിൽ പോകാൻ തുടങ്ങിയത് നിങ്ങൾ കാരണമല്ലേ? തുണി നിന്റെ വർത്താനം കേട്ടാ വള്ളപ്പടിയിൽ വീണ് കിടപ്പില്ലാതെ ഏതാണ്ട് മനഃപൂർവ്വമാണെന്ന് തോന്നൂല. ഓ പിന്നെ, പണ്ടങ്ങാണ്ടോ വള്ളപ്പടിയിൽ വീണുന്നും പറഞ്ഞ് ജീവിതകാലം മുഴുവനും മനുഷ്യന്മാര് പണിക്ക് പോകാണ്ടിരിക്കല്ലേ? ആ ചെറുക്കനും ഞാനും പണിയെടുക്കണത് കൊണ്ട് മൂത്ത ഒരെണ്ണത്തിനെ കെട്ടിച്ചു വിടാൻ പറ്റിയച്ചോ. അല്ലെങ്കിൽ അവൾ ഇപ്പോഴും ഇവിടെ തന്നെ നിന്നേനെ. ഉണിക്കണ്ടൻ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, പണിക്ക് പോയാൽ എന്താ? എന്റെ അച്ചോ, ഞാൻ നടക്കണേ എങ്ങനെയാന്ന് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. ഇന്ന് രാവിലെ കൂടി നടുവിനൊരു പിടുത്തം. അതിന്നലെ എന്റെ കൂടെ മീമിക്കാൻ വരാൻ പറഞ്ഞപ്പോ തുടങ്ങിയ പിടുത്തമാണച്ചോ. ഓരോ ദിവസം ഇങ്ങേർക്ക് ഓരോ പിടുത്തവാ. നടുവിന് പിടുത്തം, കാലിന് പിടുത്തം, മീൻ പിടുത്തം മാത്രമില്ല. എന്താ കണ്ട ഇത്? കണ്ടനൊരു കാര്യം ചെയ്യും, വലിയ അധ്വാനമുള്ള പണിക്കൊന്നും പോണ്ട. പണി എടുക്കണമെങ്കിൽ നല്ല അധ്വാനമുള്ള പണിയെടുക്കണം, അല്ലെങ്കിൽ എടുക്കാൻ പോകരുത്. എന്നാ പിന്നെ അധ്വാനമുള്ള പണിയെടുക്ക്. അതിന് ആരോഗ്യം വേണ്ടേച്ചോ. ചുരുക്കി പറഞ്ഞ പണിയെടുക്കുന്നത് കണ്ടന് ഇഷ്ടല്ല. ഫാദർ കണ്ടെന്ന് പറയുമ്പോ എനിക്ക് കണ്ടം പൂച്ച ഓർമ്മ വരുന്നത്. വലിയ പഠിപ്പുകാരി. 10ാം ക്ലാസ്സിലായപ്പോ തന്നെ അവൾ അച്ഛനെ പൂച്ചയേക്കാൻ തുടങ്ങി. വെറും പൂച്ചയല്ല, പണിയെടുക്കാത്ത കള്ളം പൂച്ച. ട്യൂഷൻ എടുക്കാൻ പോയവൻ അന്തരമാർക്ക് ഓടി വരി. നീ വല്ല ചാകരയും വന്ന? അച്ചോ വന്നച്ചോ. ഞാൻ പറഞ്ഞില്ലേ ചോ, ചാകരയാണ്. പത്രത്തിൽ വന്നച്ചോ. പത്രത്തിൽ ചാകര. അന്ന് താമരയുടെ ഇന്റർവ്യൂ എടുത്തെന്ന് പറഞ്ഞില്ലേ, അതേ പത്രത്തിലുണ്ട്. നോക്ക്. കടലിൽ ഒരു ചെന്താമര. നേരാണല്ല. എടാ മോഹന, നിനക്കും കൂടെ ഇവക്കടെ അടുത്ത് കയറി നിൽക്കാൻ പാടില്ലായിരുന്ന? അതിന് കടലിൽ മീൻ പിടിക്കുന്ന പെണ്ണ് ഞാനാണ്, അവളല്ലേ? മിടുക്കിയ ഇവളെ പോലെ ഇവള് മാത്രമേ കാണൂ. കടലിനോടും ജീവിതത്തോടും പൊരുതി ജീവിക്കുന്ന ഈ പെൺകുട്ടി സ്ത്രീ സമൂഹത്തിന് തന്നെ ഒരു മാതൃകയാണ് എന്നാ ഇതിലെഴുതിയിരിക്കണേ. ഇവളെ നമുക്കൊന്ന് ആദരിക്കണം, ഇതൊരു ആഘോഷാക്കി മാറ്റണം. ഓ, അച്ഛനോടൊപ്പം കടലിറങ്ങി വളർന്ന ചെന്താമര അച്ഛന്റെ മരണശേഷം അദ്ദേഹം പഠിപ്പിച്ച് തൊഴിൽ ചെയ്തുകൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് നയിക്കുകയായിരുന്നു.
സുഹൃത്തുക്കളുടെയും സ്നേഹസമ്പന്നരായ അയൽവാസികളുടെയും പിൻബലത്തിൽ കടലിന്റെ മകളായി തന്നെ അവൾ വളരുകയായിരുന്നു. ഓ, നാടക മത്സര തൊഴിലാളി എത്തി. അപ്പൊ ഇനി 17-ാം തീയതി തൃപ്പൂണിത്തുറയിൽ. ഓ, ഞാൻ സ്പോട്ടിലെത്തിയേക്കാം. ചേച്ചി. അപ്പച്ച ഓ, ഉണക്കച്ചെമ്മീൻ കൊണ്ടുവരുന്ന കാര്യം മറക്കല്ലേ. റൊക്കം കാശ് തരണം. അന്നത്തെ പോലെ കടം പറയരുത്. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കണ കേട്ടാ. അതൊക്കെ തന്നേക്കാം. അത് തന്നാ മതി. താമരയുടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ആ, കലക്കിയില്ലടാ. നമ്മുടെ എല്ലാവരുടെയും പേരുണ്ട്. നാടക നടനായ ആലപ്പി അപ്പച്ചന് പ്രത്യേകം എഴുതി. സത്യം. എന്റെ മോൻ ശാരംഗന്റെ പേര് പത്രത്തിൽ വരണ്ടായിരുന്നു. എന്താ? അവൻ അഹങ്കാരം കൂടും. അച്ഛന് 10 രൂപ തരാത്തവന്റെ പേര് പത്രത്തിൽ വന്നിട്ടെന്താ? രാവിലെ തന്നെ നല്ല ഫോമിലാണല്ലോ. ഇന്ന് എത്രണ്ണം കീറി? 2 2. 3. 4. ആ, അങ്ങനെ സത്യം പറ. ഡാ, എന്നിട്ട് താമര എവിടെ? അവള് കടലിൽ പോയിരിക്കുക. ഇന്ന് വള്ളം എടുക്കുമ്പോ അവൾക്കൊരു ഗംഭീര സ്വീകരണം ഏർപ്പാടാക്കിയിരിക്കാം മൈക്കിളച്ചൻ. ആഹാ. ആ, ഡാ, ക്ലബ്ബിൽ പറഞ്ഞില്ലേ? ദേവന്നി ദേ, മാല ഇട്ട് കഴിഞ്ഞാൽ ബാൻഡ് മേളം തുടങ്ങണം. ബാൻഡ് മേളക്കാരുടെ ശ്രദ്ധയ്ക്ക് മാലയിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ബാൻഡ് മേളം തുടങ്ങേണ്ടതാണ്. ഇതെന്താണ് താമര എല്ലാരും കൂടി ചന്തക്കടവത്ത്? ഇതെന്താണ് മൈക്കിളച്ചൻ വിരോണിയമ്മനെ കല്യാണം കഴിച്ച? ഇതെന്താണെച്ചോ എല്ലാരും കൂടെ ഒന്നും മനസ്സിലാവണില്ലല്ലോ. നീ ഇപ്പൊ ഈ നാടിന്റെ അഭിമാനല്ലേ? ഈ കടപ്പുറത്തെ ലോകം മുഴുവൻ അറിയിച്ച അധ്വാനശീലിയായ പെൺകുട്ടി. ഇത് കണ്ട? ഇതേ പിടിച്ച് പലക്കലാട്ടനട്ടാ. കടലിന്ന് പണി കഴിഞ്ഞ് വരണ നിന്നെ ചൂടോടെ സ്വീകരിക്കാനായിട്ട് മൈക്കിളച്ചൻ ഏർപ്പാടാക്കിയ സ്വീകരണമാണിതല്ല. നിന്റെ മഹത്വം തിരിച്ചറിയാൻ അവസാനം പത്രക്കാര് വാർത്ത കൊടുക്കേണ്ടി വന്നു. എല്ലാരും പണിയെടുക്കണ പോലെ ഞാനും പണിയെടുക്കണം. അതില് വലിയ മഹത്വമൊന്നുമില്ല. ചുമ്മാ സ്വീകരണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വെറുതെ നാണം കെടുത്താൻ എനിക്ക് ചമ്മല. അച്ഛൻ ഇവരൊക്കെ വിളിച്ചോണ്ടൊന്ന് പോയെ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നിന്റെ വില നിനക്കറിയില്ല. ഈ രാജ്യത്ത് കടലിൽ പോയി മീൻ പിടിക്കണ ഏക പെണ്ണ് നീയാണ്. കൂടെ നടക്കണ ഞങ്ങ പോലും അതിപ്പോഴല്ലേ അറിഞ്ഞത്. അത് ശരിയാ. എന്നെ സ്വീകരിക്കാതെ ഞങ്ങ വിടൂല. അച്ഛോ, ആ മാല എടുത്ത് അവിടെ കഴുത്തലൊക്കെ ഇട്ടൂടെ.